പണ്ടൊരിക്കലും ഈ സമയത്ത് കട്ടിലേക്ക് കിടന്ന് കാലിട്ടടിച്ചപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന കട്ടൻ ചായന്റെ സുഖോർത്തിട്ടാണ് ഇന്ന് ഉറക്കം എണീറ്റത്. ഇന്നത്തെ പല്ലേപ്പും കുളിയും കഴിഞ്ഞു എന്നതിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. 4-3-7 മുടിയാണ് ആകെയുള്ളെങ്കിലും അത് ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് സെറ്റായില്ല. അന്ത 5 കൊലൈ പண்றது. ഇങ്ങനെയുള്ള വൃത്തിയേട്ട സമയത്താണ് എൻ്റെ ഉള്ളിലുള്ള അമ്പിയും റെമോയും അന്യനും ഒക്കെ പുറത്തിയാടുന്നത്. ഗുപ്തന് ചൂട് ചായ ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം എന്നറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് ഞാനും ഈ ടാസ്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. അതുവരെ പാലം വെള്ളം മാത്രം കൂച്ചുകൊണ്ടിരുന്ന എന്നെ ചായക്കും കാപ്പിക്കും അഡിക്റ്റ് ആക്കിയത് ഈ ഗുപ്തനാണ്. ഓർമ്മകൾ അയവിറക്കി കഴിഞ്ഞെങ്കിൽ അടുത്ത ടാസ്കിലേക്ക് പോവാലോ അല്ലേ. നമ്മുടെ ഋഷി ശൃംഗൻ വീക്ക് ഓഫ് ആണോ ലോങ് ലീവ് ആണോ എന്നൊന്നും അറിയില്ല. വീട്ടിനകത്തിരിക്കുന്ന ജെട്ടിയും വട്ടിയും കുട്ടയൊക്കെ വെയിൽ കുളിച്ച് വയ്ക്കണ ഒരു ആചാരം ഉണ്ടല്ലോ, അതായിക്കോട്ടെ അടുത്ത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ പണിയെടുക്കും എന്ന് കാണിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. അയ്യേ, ഉയരം കൂടുന്തോറും ചായക്ക് രുചിയും കൂടും എന്നാണല്ലോ കവി പാടിയിരിക്കണ. വെയിൽ കൊള്ളിക്കൽ ആചാരത്തിന്റെ എല്ലാ പരിണിത ഫലങ്ങളും ഏറ്റുവാങ്ങണത് ഈ റൂമിലുള്ള ഈ കട്ടിലാണ്. ഇതൊന്നും മടക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒരെണ്ണം എടുക്കണേല് 9 എണ്ണം കുഴച്ചു മറിക്കുന്ന ടീംസ് അവിടെ ഉള്ളത്. അങ്ങനെ എന്നോട് തന്നെ പാവം തോന്നണ ദിവസമൊക്കെ ഞാൻ എനിക്ക് നല്ല പഴംപൊരി, നല്ല കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എൻ്റെ സന്തോഷത്തിന് അത് ഇത്രയും മതി. ഈ വക ഐറ്റങ്ങളൊക്കെ എണ്ണയിൽ കിടന്ന് പൊരിഞ്ഞിങ്ങനെ വരണത് കാണാൻ തന്നെ എന്തൊരു സുഖമാണെന്നറിയാം. എണ്ണയിലിട്ട് കഴിഞ്ഞ് 2 തിരിക്കലും 2 മറിക്കലും 2 ചുറ്റിക്കലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി. ചെറുങ്ങനെ അവിടെ ഇവിടെ ചുവപ്പ് കളറുള്ള ഒരു പഴംപൊരിയാണ് എനിക്കിഷ്ടം. ഇനിയിപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് തമ്മന വീട്ടിലേക്കാണ്. പെരുന്നാളാണല്ലോ. ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട്.